ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഹോസ്റ്റലിൽ റോൾ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവ് കാര്യങ്ങളൊക്കെയാണ്. ജോസുമോനാണ് ഇതിൽ നേതൃത്വം വഹിക്കുന്നത്. ഞാൻ സൈഡ് ഇങ്ങനെ സഹായിയായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പുകുട്ടൻ ഇതിൽ തലയിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പതുക്കെ വർത്തമാനം പറയലാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നടന്നത്. പെട്ടെന്ന് തീരേണ്ട പണി ഞങ്ങൾ ചരിത്രം പറഞ്ഞ് നല്ല നീട്ടിയിട്ടോ. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനും കൂടെ ഫില്ല് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ക്യാരറ്റും സവോള അതൊക്കെയായിരുന്നു. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫസ്റ്റ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. വലിയ കുക്കിംഗ് ആണ് കേട്ടോ. പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഹോസ്റ്റലിലെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് അവിടെ തള്ളി നീങ്ങണ്ടേ. ചിലപ്പോൾ പെട്ടെന്നൊരു ആഗ്രഹം തോന്നും, അതിൻ്റെ പുറത്താണ് നമ്മളോരോ കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ അത് സക്സസ് ആവും, ചിലപ്പോൾ അത് ഫ്ലോപ്പാവും. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവാട പോലെയാണ് പരത്താൻ പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് കേട്ടോ, നല്ല വലിപ്പത്തിൽ പരത്താൻ. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഒരു റോള് നല്ല രീതിയിൽ വലുതാവട്ടെ, മടക്കുമ്പോഴൊക്കെ നല്ല ഇതിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലുതാക്കാൻ പറഞ്ഞത്. ഈ മയണൈസ് ഞങ്ങൾ മെസ്സിൽ കൊണ്ടുപോയി അടിച്ച് വന്നതാണ് കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല, ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു. മുട്ട പുഴുങ്ങിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കൻ വറുത്തൊക്കെ നുള്ളിയും പിച്ചിതൊക്കെ ജോസുമോനാണ് കേട്ടോ. അതിൻ്റെ കൂടെ അപ്പുകൂട്ടം കൂടിയിട്ടോ. അവൾ പെട്ടെന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കത്രിക എടുത്ത് കട്ട് ചെയ്താൽ മതിയായിരുന്നു. പോയില്ല ബോധം, പോട്ടെ. പക്ഷേ ഇതിൽ ഹൈലൈറ്റ് മയണൈസ് ആയിരുന്നു കേട്ടോ. ജോസു മയണൈസിൻ്റെ അഡിക്റ്റാണ്. പുള്ളിക്കാരിക്കാണ് ഇത് കൂടുതൽ ഇഷ്ടം. റൈസൊക്കെ വാങ്ങുമ്പോൾ അവളാണ് പുറത്തേക്ക് നിന്ന് എക്സ്ട്രാ വാങ്ങുന്ന മയണൈസൊക്കെ കേട്ടോ. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. സവോളയും ക്യാരറ്റും കുറച്ചൊന്നും അങ്ങനെ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കണ മാതിരി എടുത്തു കേട്ടോ. എന്നിട്ട് റോള് സെറ്റായിരുന്നു. പക്ഷേ അതിൽ ഈ ചപ്പാത്തി പോലെ പരത്തിയത് ഇത്തിരി ടൈം ഇരുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, അത് ഇത്തിരി കട്ടിയായിപ്പോയി. അതർവൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം വയറ് നിറഞ്ഞ് ഞങ്ങളൊരു പരിവായി. അപ്പോൾ താങ്ക് യു ഗായ്.